കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയെന്ന വാർത്ത പുറത്തുവന്നത്. ശ്യാം രേഖാ ദമ്പതികളുടെ മകളായ അഹല്യയാണ് മരണപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളും നിലനിന്നിരുന്നു. അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാനേൽപ്പിച്ച ശേഷമാണ് മാതാവ് വീട്ടുജോലിയിൽ ഏർപ്പെടുന്നത്. ഇതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു. മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു. കുഞ്ഞനുജത്തി വീണതിന്റെ പേരിൽ അമ്മ വഴക്കു പറയുക കൂടി ചെയ്തതോടെ 9 വയസ്സുകാരി മനോവിഷമത്തിലായി. ഇതിനിടെ 1.5 വയസ്സുകാരിയെ വീണ്ടും അഹല്യയെ നോക്കാനേൽപ്പിച്ച ശേഷമാണ് മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോകുന്നത്. ഈ സമയത്ത് മുറിയുടെ വാതിലടച്ച് കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം അതിനു മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ കുരുക്കുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. 146 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ 145 സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കയർ മുറുകി തന്നെയാണ് മരണം സംഭവിച്ചത് എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ. മനോനില വീണ്ടെടുത്ത ശേഷം അഹല്യയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. സമീപകാലങ്ങളിലായി നമ്മുടെ കുട്ടികളിലെ ആത്മഹത്യാ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ചെറുപ്രായത്തിൽ ഇത്രയേറെ കുട്ടികൾ എന്തിനാണ് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്നത് എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ തീർത്തും ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമാണ് കുട്ടികളിലെ ആത്മഹത്യാ ശ്രമങ്ങൾ. അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ തനിക്ക് ഇതുവരെ ലഭിച്ച സ്നേഹം നഷ്ടപ്പെടുമോ എന്ന തോന്നൽ പല കുട്ടികളിലും കണ്ടുവരാറുണ്ട്. ചില കുട്ടികളെ ഇത് വൈരാഗ്യത്തിലേക്കും മറ്റു ചിലരെ ഇത് വിഷാദത്തിലേക്കും നയിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് രക്ഷിതാക്കളിൽ നിന്ന് തന്നെയാണ്. പുതിയൊരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നറിയുന്ന സമയം മുതൽ തന്നെ മൂത്ത കുട്ടിയെ മാതാപിതാക്കൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂത്ത കുട്ടിയുടെ മുന്നിൽ വെച്ച ഇളയ കുട്ടിയെ കൂടുതലായി താലോലിക്കുന്നതും ഒഴിവാക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.